പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചിത്രകാരി കൃഷ്ണപ്രിയയാണ്. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചിത്രകാരിയാണ് നമ്മോടൊപ്പം ഉള്ളത്, ശ്രീമതി കൃഷ്ണപ്രിയ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. മിക്സഡ് മീഡിയയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ മുന്നേ ഏറ്റവും പുതിയ വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. സുഗതവനം എന്ന് സുഗതകുമാരി ടീച്ചറുടെ നവതി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് നടത്തിയതിൽ ടീച്ചറുടെ കവിതകളെ ആസ്പദമാക്കി 15 ചിത്രങ്ങൾ ഒരു പ്രദർശനമാക്കി വെക്കുകയും ഒക്കെ ചെയ്തു. എങ്ങനെയാണ് ആ പ്രോജക്റ്റിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സുഗതകുമാരി ടീച്ചറെ ഒരുപാട് ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. പിന്നെ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സിബിഷൻ ചെയ്യുകയുണ്ടായി കഴിഞ്ഞ വർഷം. അപ്പോൾ അവിടെ കുമ്മനം സാർ കാണാൻ വരികയുണ്ടായി. അന്നാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, അപ്പം അതിനായിട്ട് വരച്ചു തുടങ്ങൂ എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് കവിതകളെ ബേസ് ചെയ്തിട്ട് പിന്നെ വരച്ചത്. എങ്ങനെയായിരുന്നു ആ കവിതകളുടെ സെലക്ഷൻ? സുഗതകുമാരി ടീച്ചറുടെ വലിയ 2 ബുക്സ് വാങ്ങിക്കുകയുണ്ടായി. വാങ്ങിച്ച് ഞാൻ വായിച്ചു. അതിൽ ഒരുപാട് വായിക്കുമ്പം നമുക്ക് ഉള്ളിൽ തട്ടുന്നതും എനിക്ക് മനസ്സിൽ നല്ലൊരു പിക്ചറായിട്ട് തെളിഞ്ഞു വരണു എന്ന് തോന്നുന്ന കവിതകൾ എടുക്കുകയുണ്ടായത്. 15 ചിത്രങ്ങൾ വളരെ പ്രത്യേക രീതിയിലായിരുന്നു അത് പ്രദർശനത്തിൽ അടുക്കിയിരുന്നത്. അതായത് നിങ്ങൾ ഈ ലോകത്തെ എന്തു ചെയ്തു മുതൽ നന്ദി എന്ന് വരെയുള്ള എല്ലാം ടീച്ചറിൻ്റെ കവിതകളിൽ നിന്നുള്ള വരികൾ ആസ്പദമാക്കിയുള്ള അടുക്കുകൾ. എങ്ങനെയാണ് അങ്ങനെ ഒരു അടുക്ക് തീരുമാനിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തെ എന്ത് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു കിളി ചോദിക്കുന്നതായിട്ടാണ് കവിതയിലുള്ളത്. പക്ഷേ സുഗതകുമാരി ടീച്ചർ എന്നും നമ്മളോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ പ്രകൃതിയോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിന്ത മനുഷ്യൽ ഉണർത്താൻ വേണ്ടിയാണ് അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത്. പിന്നെ പല കവിതകളിൽ കൂടെ കടന്നു വന്ന് അവസാനം നന്ദി എന്ന് വെച്ചാൽ അമ്മ പറയുന്ന നന്ദിയായും ഒരു കവിത നന്ദി എന്ന് പറഞ്ഞ കവിതയെ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്തത്. ഈ കവിതകൾ കൂടെ കടന്നു വരുമ്പം നമുക്ക് വരുന്ന മാറ്റങ്ങൾക്ക് ഒരു നന്ദി കൂടെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പെയിൻറ്റിങ് ലാസ്റ്റ് വെച്ചത്. ഈ 2 ചിത്രങ്ങൾ മാത്രമല്ല, രാത്രി മഴയെ ആസ്പദമാക്കി കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന വളരെ പ്രശസ്തമായ ടീച്ചറുടെ പേര് പറയുമ്പോൾ തന്നെ പര്യായമായി നമുക്ക് പറയാവുന്ന കവിതകൾ ഒക്കെ ആസ്പദമാക്കി ചിത്രങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഇത്രയും പോപ്പുലറായിട്ടുള്ള കവിതകളായതുകൊണ്ട് തന്നെ അതിൻ്റെ വര തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിരുന്നു? ഒരു കവിത പെയിൻറ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിയുമ്പം ആ കവിത പ്ലേ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, പലതും റെക്കോർഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് ഞാൻ പ്രകൃതിയിൽ ചേർന്നുകൊണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ നമുക്കൊരു പിക്ചർ രൂപപ്പെട്ടു വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് വരയ്ക്കുന്നത്. പിന്നെ വേഗം പോയി ക്യാൻവാസിൽ അത് പകർത്തും. അങ്ങനെയാണ് ചെയ്യാറ്. മിക്സഡ് മീഡിയ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും പല ചിത്രങ്ങളിലും ഒരു മിനിമലിസം ആയിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. മനഃപൂർവ്വമായിരുന്നു അത്? എൻ്റെ രീതി അങ്ങനെയാണ്, ഒരു സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത്തരത്തിലൊരു ചിത്ര പ്രദർശനം ആദ്യമായിട്ടായിരുന്നോ? അതെ, കവിതകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് അറിഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കണു. കവിതകളുടെ ഒരു സീരീസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ആറന്മുളയിലായിരുന്നു ഇത് പ്രദർശിപ്പിച്ചത്. അവിടെയുള്ളൊരു റിസപ്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ ക്ഷേത്രമാവട്ടെ, അവിടുത്തെ ആൾക്കാരാവട്ടെ, എല്ലാം വളരെ നല്ല, ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ദിവസങ്ങളായിരുന്നു. ഏറ്റവും പുതിയ വിശേഷം സുഗത ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ച ആ ചിത്ര പ്രദർശനമായിരുന്നു. എവിടെ നിന്നായിരുന്നു ഈ ചിത്രങ്ങളോടുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ വര ഒരു സീരിയസ് ആയിട്ട് എടുക്കാം എന്നൊക്കെ തോന്നുന്നത് എപ്പോഴാണ്, ഏതൊരു പ്രായത്തിലാണ്? ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. പിന്നെ വീട്ടിലും വരയ്ക്കുന്നവരുണ്ട്. അച്ഛൻ വരയ്ക്കും, അച്ഛൻ്റെ ബ്രദറുണ്ട്, എനിക്ക് വരയ്ക്കാൻ പഠിപ്പിച്ചു തന്നു. തുടക്കത്തിലൊക്കെ വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്ത, അങ്ങനെ അതൊക്കെ കണ്ട് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ 10 വയസ്സ് മുതലാണ് നമ്മൾ കാര്യമായിട്ട് വരയ്ക്കാൻ തുടങ്ങിയത്. ഏത് മീഡിയം ആയിരുന്നു ആദ്യം? ഓയിൽ പെയിൻറ് ഒക്കെ അന്ന് ചെയ്തിട്ടുണ്ട്. ചെറിയ ക്യാൻവാസിലൊക്കെ ആണെങ്കിലും ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനായിരുന്നു കൂടുതൽ താല്പര്യം. ചെറിയ ചെറിയ പെയിൻറ്റിങ്സിനേക്കാളും ബുദ്ധിമുട്ടുള്ളത് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10 വർഷം മുന്നേ നമ്മൾ ഇവിടെ ലക്നൗവിൽ ഉള്ള സമയത്താണ് ഞാൻ പെയിൻറ്റിങ്ങിന് സീരിയസ് ആക്കി എടുത്തത്. അത് ചാരിറ്റിക്ക് വേണ്ടിയായിരുന്നു അത് ചെയ്തു തുടങ്ങിയതും.
അവിടെ ഒരു തണുപ്പ് കാലത്ത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ തെരുവിൽ തണുപ്പിൽ ഭയങ്കര കഷ്ടപ്പെട്ട് കിടക്കുന്നത് കാണുന്നുണ്ടായി. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പം എനിക്ക് തോന്നി പെയിൻറ്റിങ് ചെയ്ത്. അപ്പോൾ അതിന് നമ്മുടെ ആർമി ക്രൗഡ് ഒരുപാട് സപ്പോർട്ടീവാണ്. നമുക്ക് ആ വക കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടായിരിക്കും പറയുക? പുതുവെള്ളൈ മഴ. എന്തുകൊണ്ടാണ് പുതുവെള്ളൈ മഴ? ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടാണോ അതോ ഈ തണുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണോ? പലപ്പോഴും വരയ്ക്കുന്ന സമയങ്ങളിൽ ഈ ഒരു പാട്ട് വെച്ചിട്ട് ഞാൻ വരയ്ക്കാറുണ്ട്. എനിക്ക് വരയ്ക്കാനുള്ളൊരു, നമുക്കെപ്പോഴും നല്ലൊരു മൂഡ് വേണമല്ലോ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ പാട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ആവാറുണ്ട്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഓക്കെ. വൈരമുത്തുവിൻ്റെ വരികൾ എ ആർ റഹ്മാൻ്റെ സംഗീതം, ഉണ്ണിമേനോനും സുജാതയുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം. പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ഹോബിയായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു 10 വയസ്സ് മുതലേ പഠിച്ചു തുടങ്ങിയിട്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതലും പെയിൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനാസ്പദമായ സാഹചര്യം ചെറുതായിട്ടൊന്നും സൂചിപ്പിച്ചു. ആദ്യത്തെ പെയിൻറ്റിങ് എവിടെ വെച്ചിട്ടായിരുന്നു അത്തരത്തിൽ? ലക്നൗവിലുള്ള സമയത്ത് ആവശ്യക്കാരുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുമ്പം പലരും വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കാണുന്നു, അങ്ങനെ വാങ്ങിക്കുന്നു. അങ്ങനെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് കൂടുതൽ പെയിൻറ്റിങ്സ് ആയിട്ട് നമ്മളത് കൊടുക്കുക ചെയ്തത്. അങ്ങനെയാണ് നോർത്തിൽ വെച്ചിട്ടുള്ള ചാരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാരിറ്റിക്ക് വേണ്ടി പെയിൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്ത് ഈ പണം ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നു എന്ന് ആദ്യം ആരോടാണ് പറഞ്ഞത്? എന്തായിരുന്നു അതിനൊരു റിസപ്ഷൻ? അത് വീട്ടിൽ ഹസ്ബൻഡ്, മോൻ, അവിടെ ഞാൻ അത്യാവശ്യം പൈസ ഞാൻ ചിലവാക്കുമായിരുന്നു ചാരിറ്റിക്കായിട്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഐഡിയ എനിക്കുണ്ട്, അപ്പം അത് ചെയ്ത് ഇങ്ങനെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു എന്ന് വീട്ടിൽ തന്നെയാണ് ആദ്യം പറഞ്ഞത്. എന്തായിരുന്നു അതിലൊക്കെ തീമായിട്ട് വരയ്ക്കുന്നത്? ചാരിറ്റി എന്നൊരു കൺസെപ്റ്റോട് കൂടെ വരയ്ക്കുന്നതെല്ലാം മിക്സഡ് മീഡിയയാണ് ചെയ്തത്. ഫസ്റ്റ് ഞാൻ ചെയ്ത പെയിൻറ്റിംഗ് എന്ന് പറയുമ്പം ദ്വാരകയിൽ പോയിട്ടുണ്ടായി. അവിടെ നിന്ന് കുറേ മുത്ത് ചിപ്പികളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു മിക്സഡ് മീഡിയ ആർട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അതിന് ഒരു റിസപ്ഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കൂടുതൽ അത്തരത്തിൽ ചെയ്യാൻ തുടങ്ങി. അതെ. പിന്നെ ലക്നൌവിൽ നിന്ന് അടുത്ത് എങ്ങോട്ടേക്കായിരുന്നു യാത്ര? വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു, ഗുജറാത്തിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് വന്നു. ശ്രോതാക്കൾക്കൊരു സംശയം ഉണ്ടാകാം, കൃഷ്ണപ്രിയ എന്താ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹസ്ബൻഡ് ആർമിയിലാണ്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട യാത്രകളിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഈ യാത്രകളിൽ ഈ പെയിൻറ്റിങ്ങുകളുടെ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടോ? കൂടുതലും നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിലപ്പം പെയിൻറ് ചെയ്തത് അവിടെ തന്നെ സെയിൽ ചെയ്യാറാണ് പതിവ്. മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം ബുദ്ധിമുട്ടാണ്, കാരണം നന്നായി പാക്ക് ചെയ്യണം. പിന്നെ ഞാൻ ചെയ്യുന്നത് മിക്കതും കുറച്ച് വലുപ്പമുള്ള പെയിൻറ്റിങ്സ് ആണ് കൂടുതൽ ചെയ്യാൻ താല്പര്യം. അപ്പോൾ അതൊക്കെ പാക്കിംഗ് ഒക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, ട്രാൻസ്പോർട്ടേഷനൊക്കെ. മിക്സഡ് മീഡിയ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ക്യാൻവാസിൽ നിന്ന് തള്ളി നിൽക്കുന്നതും ഒക്കെ ആയിരിക്കും. അതിന് ചെറിയൊരു ഉടവ് വന്നാൽ തന്നെ എൻ്റെ കാഴ്ചയെ അത് ബാധിക്കുകയും ചെയ്യും. അതെ അതെ. എന്നാലും ബബിൾ റാപ്പൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത്. അതെ, ബബിൾ റാപ്പൊക്കെ ചെയ്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? തിരുവനന്തപുരം ഒരുപാട് കലയെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെത്തിയതിൻ്റെ ഒരു സന്തോഷം, എല്ലാം കൂടെ വളരെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്രൗഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വളരാനും എക്സിബിഷൻസ് ചെയ്യാനും ചാരിറ്റിക്കാണെങ്കിലും എല്ലാത്തിനും നല്ല സ്ഥലമായി തോന്നിയിട്ടുണ്ട്. ദേശീയ പുരസ്കാരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. എങ്ങനെയായിരുന്നു രാജാ രവിവർമ്മ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്? അതെങ്ങനെയാണ് അറിയിച്ചത്? അത് ഡൽഹിയിലുള്ള ഒരു ടീമാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. പെയിൻറ്റിങ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ വർക്ക്സ് അയച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ ഒരു പാനൽ ഉണ്ടായിരുന്നു, അവരെ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് അവാർഡ് ഉണ്ടായത്. നമ്മുടെ ഗവർണറായിരുന്നു അവാർഡ് തന്നിരുന്നത്, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ്. അതെ അതെ. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാമൊക്കെ. അവാർഡ് കിട്ടി എന്നറിഞ്ഞത് മുതൽ അവിടെ പോയി കളക്ട് ചെയ്ത് വരുന്നവരെയുള്ളൊരു ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ വരച്ചു തുടങ്ങിയത് ഒരിക്കലും നമുക്കൊരു അംഗീകാരത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലായിരുന്നു. ഉള്ളിൽ തോന്നുന്നതിന് നമുക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ട് തോന്നുമ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ ആഗ്രഹം വരില്ല. അങ്ങനെ വരച്ചു. പിന്നെ അതിനെ ചാരിറ്റിക്കായിട്ട് ഉപയോഗിച്ചു. അപ്പം മാക്സിമം ആൾക്കാരെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് എന്തോ ഈശ്വരൻ അറിഞ്ഞ പോലെ അതിനൊരു അംഗീകാരം കിട്ടുകയാണ് ഉണ്ടായത്. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷത്തിൽ നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കാം. ഒരു ചെമ്പനീർ പൂവെറുത്തു. സ്ഥിതി എന്ന സിനിമയിലെ വീണ്ടും ഒരു ഉണ്ണിമേനോൻ പാട്ടാണ്. അതെ അതെ. പ്രഭാവർമ്മയുടേതാണ് വരികൾ. ഉണ്ണിമേനോൻ തന്നെ സംഗീതം നൽകി അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ്. ബാല്യകാലത്ത് തന്നെ വരച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. എവിടെയാണ് സ്വദേശം? ഗുരുവായൂരാണ് വീട്, അമ്പലത്തിനടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണോ കൃഷ്ണപ്രിയായത്? അതെ അതെ. വരകളിലും കൂടുതലും കൃഷ്ണനാണ് പ്രധാനമായിട്ട് വിഷയമാകുന്നത്. അതെ, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഓർഡർ കിട്ടുകയാണെങ്കിൽ അവരുടെ താല്പര്യം പോലെ നമ്മൾ വരയ്ക്കും.
പക്ഷെ അതല്ലാതെ സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനായിട്ട് എന്തെങ്കിലും വരയ്ക്കണോ എന്ന് വിചാരിക്കുമ്പോൾ കൂടുതലും ഭഗവാന്റെ ടച്ച് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ വരാറുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപകൽപ്പനയൊക്കെ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഇതുണ്ടോ, അതോ ഡയറക്റ്റ് അങ്ങ് തുടങ്ങാണോ? ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും പാട്ട് കേട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക, ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ വരും. അപ്പോൾ അങ്ങനെ പോയിട്ട് വരയ്ക്കാറാണ് പതിവ്. ഞാൻ തുടക്കം മുതൽ മിക്സഡ് മീഡിയ എന്ന് പറയുന്നുണ്ട്. അതെ. ചില ശ്രോതാക്കൾക്കെങ്കിലും അത് സംശയം ഉണ്ടാവും, എന്താണ് ഈ മിക്സഡ് മീഡിയ എന്നുള്ളത്? മിക്സഡ് മീഡിയ പെയിൻറ്റിങ് ഇപ്പോൾ ഇന്ത്യയിലായി വരുന്നേ ഉള്ളൂ. ഇന്ത്യക്ക് പുറത്താണ് കൂടുതൽ അത് പ്രചാരത്തിലുള്ളത്. ആ പെയിൻറ്റിങ് എപ്പോഴും ഒരു 3D ഫീലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്യാൻവാസിൽ സ്കെച്ച് ചെയ്യും. സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റർ ഇടണം. ഈ മിക്സഡ് മീഡിയയ്ക്ക് ഒരു ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മൾ ടെക്സ്റ്റർ ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ പെയിൻറ്റ് ചെയ്യും. സാധാരണ പെയിൻറ്റിങ്ങിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സമയം ഇതിന് ആവശ്യം വരാറുണ്ട്. ലഖ്നൗവിലൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. അവിടെയുള്ള ഈ തണുപ്പ് കാലാവസ്ഥയിലൊക്കെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റി? അതെ, അത് ഉണങ്ങി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡ്രയറൊക്കെ വെച്ചിട്ട് ഞാൻ ഡ്രൈ ചെയ്തെടുക്കും. പിന്നെ അവിടെ തണുപ്പ് കാലത്ത് നമുക്ക് ഹീറ്ററും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുക്കാറുള്ളത്. പെയിൻറ്റിങ്ങിന് പലപ്പോഴും ആ ഒരു 3 ഡയമെൻഷൻ കൊടുക്കുന്നതും ഒരു ഭംഗി കൊടുക്കുന്നതും എല്ലാം ഈ ഫിനിഷിംഗ് ടച്ചസിൽ കൊടുക്കുന്ന ഒരു ഗ്ലോ അതൊക്കെ ആയിരിക്കും. അതൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ കാലാവസ്ഥ ബാധിക്കാറുണ്ടോ? കാലാവസ്ഥ ഭയങ്കര നമുക്കിതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തണുപ്പ് കാലമാണെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഹീറ്ററൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിനെ ഡ്രൈ ആക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ടൈം കൂടുതലെടുക്കും. ഇപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് ഡ്രൈ ആവാൻ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്തുനിന്ന് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് 2-3 പെയിൻറ്റിങ്സൊക്കെ നമ്മൾ ഒരേ ടൈമിൽ ചെയ്യും. അപ്പോൾ ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും മറ്റേത് നമ്മൾ അങ്ങനെ ഓരോ സ്റ്റെപ്സിന് നമ്മൾ അങ്ങനെ കവർ ചെയ്തെടുക്കും. എവിടെ നിന്നായിരുന്നു ഇതൊക്കെ പഠിച്ചത്? മിക്സഡ് മീഡിയ ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഫോറിനിലാണെങ്കിൽ പോലും ഈ ടെക്സ്റ്റർ പെയിൻറ്റിങ് അല്ലെങ്കിൽ മിക്സഡ് മീഡിയ പെയിൻറ്റിങ്ങിൽ ഒരിക്കലും ഒരു ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അവർ ജസ്റ്റ് ടെക്സ്റ്റർ ചെയ്യുന്നു, മോഡേൺ ആർട്ട് പോലെ ചെയ്തു വയ്ക്കുന്നു. പക്ഷെ ഞാൻ അതിനെ നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് അതിനെ ഒരു 3D ഫീലിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. അതിന് ഒരു വലിയ ഉദാഹരണമായിരുന്നു സുഗത പെയിൻറ്റിങ്സ്. കാരണം നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന കവിത, അതിനകത്ത് കുറിഞ്ഞിയുടെ ഒരു ഷെയ്ഡ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് ഭംഗി കൊടുക്കുന്നത് മുഴുവൻ ആ തള്ളി നിൽക്കുന്ന ആ ഉയർച്ച താഴ്ചകളാണ്. ആ 3D ഫീലിംഗ് ആണ് അതിന് കൂടുതൽ ചാരുത നൽകുന്നത് എന്ന് തോന്നി. അതിലുള്ള മറ്റു പെയിന്റിങ്ങുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? രാത്രിമഴ, അമ്പലമണിയൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു, കാരണം ഇപ്പോഴത്തെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന അമ്പലം, അതിൻ്റെ ചുറ്റുപാട്, അപ്പം മൊത്തം കവിത എടുത്തിട്ടാണ് ആ പെയിൻറ്റിങ് ചെയ്തേക്കുന്നത്. ചില പെയിൻറ്റിങ്സ് നമ്മൾ കവിതയുടെ ചില ഭാഗത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ, ചില പാർട്ടിനെ മാത്രം എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് മഹാഭാരതം, അതിൽ ഫസ്റ്റ് പാരഗ്രാഫിനെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. അങ്ങനെയാണ് മൊത്തത്തിൽ അടുക്കിയിരിക്കുന്നത്. അതെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ള വിശേഷം എന്ന് പറയുന്നത് തിരുപ്പതി ദേവസ്വത്തിന് വേണ്ടിയിട്ടുള്ള പെയിന്റിങ്ങിന്റെ അസൈൻമെന്റിലാണ്. അതെ. എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടത്തേക്ക് വരയ്ക്കാൻ? അത് അവിടെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് TTD കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു ഡിവോട്ടിയുടെ കുറച്ചു കാലം മുന്നേ 200 വർഷം മുന്നേ ജീവിച്ചിരുന്ന ഒരു വെങ്കടേശ്വര സ്വാമിയുടെ ഒരു ഡിവോട്ടി ഉണ്ട്. അവരുടെ ലൈഫ് ഹിസ്റ്ററിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പഠനങ്ങളിലാണോ ഇപ്പോൾ? അതെ. അത് എങ്ങനെയാണ്, എത്ര പെയിന്റിങ് അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അവരിപ്പം പറഞ്ഞേക്കുന്നത് ഒരു 6 അടി വലുപ്പത്തിലുള്ള പെയിൻറ്റിങ്സ് ആണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ആലോചിച്ച് വരുന്നതേ ഉള്ളൂ. അതെ, അത് അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഓരോ ഒക്കേഷൻസിനാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലാണ്. അത് മിക്സഡ് മീഡിയ തന്നെയാണോ ചെയ്യുന്നത്? മിക്സഡ് മീഡിയ. തുടങ്ങിയത് ഓയിൽ പെയിന്റിങ്ങിലാണ് എന്ന് പറഞ്ഞു. അതെ. ഓയിൽ പിന്നെ വാട്ടർ കളർ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മിക്സഡ് മീഡിയയിലേക്ക് വരാനുള്ളൊരു തീരുമാനം എപ്പോഴാണ് എടുക്കുന്നത്? ഇന്ത്യയിലെ സാധാരണ പെയിൻറ്റിങ്സിന് അത്ര മാർക്കറ്റ് കുറവാണ് എന്നൊരു തോന്നൽ വന്നു. എന്ന് വെച്ചാൽ ഒരുപാട് പേര് വരയ്ക്കുന്നുണ്ടെങ്കിലും വേണ്ട പോലെ അത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണില്ല. അപ്പോൾ ഒരു പുതിയൊരു ആർട്ടിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തത്, മിക്സഡ് മീഡിയയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ? വരുവാനില്ലാരുമി വിജനമാണൻ വഴി അറിയാം അതെന്നാലും ഇന്നും. ബിച്ചു തിരുമലയുടെ വരികളാണ് മൺചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിലെ ചിത്രപാടിയ കേൾക്കാം. MG രാധാകൃഷ്ണനാണ് സംഗീതം. നമ്മൾ സുഗത സീരീസിൽ തന്നെ വീണ്ടും വരികയാണെങ്കിൽ അതിനകത്ത് ഒരു കവിതകൾ എന്ന് പറഞ്ഞ ഒരു കൊളാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ഒരു കവയത്രി
പ്രത്യേകിച്ച് അവിടെ എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസ് ആയിരുന്നു ആഘോഷിക്കപ്പെട്ടത് എങ്കിൽ കൂടി അത്തരത്തിൽ തന്നെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്. അതെല്ലാം കൂടി ഒരു ലിമിറ്റഡ് ടൈമിനകത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഹാളിനകത്ത് കുറേ പെയിൻറ്റിങ്ങുകളുമായി മാത്രമായി ഒതുക്കാവുന്ന ഒരു കാര്യം അല്ല. എങ്കിലും താങ്കളുടെ വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു ശ്രമം താങ്കൾ നടത്തി. അതിലൊരു പെയിൻറ്റിംഗ് ആയിരുന്നു ആ ഒരു കൊളാഷ്, ഒരുപാട് കവിതകൾ ചേർത്ത് ഉള്ളൊരു. അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കവിതകൾ, ആ പേരിലൊരു കവിതയുണ്ട്. അപ്പം ഞാനത് നോക്കിയപ്പം സുഗതകുമാരി ടീച്ചറുടെ കുറേ കവിതകളെ ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നന്നായല്ലോ എന്ന് വെച്ചിട്ടാണ് ആ കൊളാഷ് വർക്ക് ചെയ്തത്. അത് ആക്ച്വൽ പേപ്പർ എടുത്തിട്ട് അതിനെ നമ്മൾ ആൻറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ ആ പഴമ വരുത്തിയതിന് ശേഷമാണ് ആ പേപ്പേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ടീച്ചറുടേതായിട്ട് അല്ലാത്തതായിട്ട് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ആ കവിതകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയത് ആണ് എല്ലാ പെയിൻറ്റിങ്ങുകളും. അതെ. അതുപോലെ തന്നെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറയുന്ന കവിത, അതിനകത്ത് നമ്മളിൽ നിന്ന് പുറംതിരിഞ്ഞ് ഒരു യുദ്ധം നോക്കിയിരിക്കുന്ന ഒരാളായിട്ടാണ് അതിനെ വരച്ചിരിക്കുന്നത്. അതെ അതെ. എന്തായിരുന്നു ആ കവിത വായിക്കുമ്പോൾ? ഞാൻ ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ള ഒരു കവിതയാണ്. കാരണം ഒരുപാട് വട്ടം അത് കേട്ട് നമ്മൾ ഇമോഷണലായി കരഞ്ഞിട്ടുണ്ട് പല സിറ്റുവേഷനിലും. അതിൽ ആ കവിതയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഭഗവാനെ ഒരുപാട് ഗോപികമാർ കാണാറുണ്ട്. പല സിറ്റുവേഷൻസ് അവിടെ ഒന്നും എത്താൻ സാധിക്കാതെ ഒരു ഗോപിക ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭഗവാനെ കൊണ്ടുപോകാനായിട്ട് അക്രൂരർ വരുന്നു. അങ്ങനെ ഭഗവാൻ പോകണു. അതറിയുമ്പോൾ ഉള്ള ഷോക്കിലിരിക്കുന്ന ആ ഗോപികയാണ് നമ്മൾ വരച്ചത്. അത് പുറം തിരിഞ്ഞിരുന്ന് വരയ്ക്കാൻ കാരണം നമ്മൾ ഓരോരുത്തരും ഗോപികയിൽ കണ്ടുകൊണ്ടാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കറുപ്പ് എന്ന് പറയുന്ന പെയിന്റിങ്ങും. അതെ. അതിൽ എവിടെയോ ഒരു മയിൽപ്പീലി തൊണ്ട് ഇരിപ്പുണ്ട്. അതെ. അങ്ങനെ മൊത്തത്തിൽ മിക്സഡ് മീഡിയ ആണെങ്കിലും അത്തരത്തിൽ ഒരു 3D ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് ഒരു തമോഗർത്തത്തിലേക്ക് നമ്മൾ വലിച്ചിടുന്നത് പോലെ ഒരു എഫക്റ്റ് കൊടുക്കുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു കറുപ്പ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ കാണുന്ന എല്ലാം, മലകൾ, പുഴകൾ, മരങ്ങൾ, അങ്ങനെ എല്ലാം കവിയത്രിക്ക് കറുപ്പായിട്ടാണ് തോന്നുന്നത്. അതിലൊരു മയിൽപ്പീലി മാത്രം കളർഫുള്ളായിട്ടിരിക്കുന്നു. തിളക്കത്തോടു കൂടി ഇരിക്കുന്ന ഒരു മയിൽപ്പീലിയെ മാത്രമേ സുഗതകുമാരി ടീച്ചർക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് ആ കവിതയിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട വർണ്ണങ്ങളുടെ ഒരു വല്ലാത്ത ഭ്രമാത്മകമായിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നിയത് സ്നേഹത്തിന് എന്ത് നിറം എന്നുള്ള ചിത്രമാണ്. അതെ അതെ. വളരെ വൈൽഡായിട്ടുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും താങ്കൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ അതെ. പറയാമോ അതിനെക്കുറിച്ച്? സ്നേഹം എന്ന് പറയുമ്പം അനന്തമാണ്, അതിനൊരു ലിമിറ്റില്ല. അതുകൊണ്ടാണ് ഒരു ഫിഗർ കൊടുക്കാതെ നമ്മൾ അതിനെ കളേഴ്സ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കവിതയിൽ പറയുന്നത് നമുക്ക് ഓരോ പ്രായത്തിലും സ്നേഹത്തിന് ഓരോ നിറമാണ്. ഇപ്പോൾ ഒരു കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ആ അമ്മയുടെ പാലാണ് സ്നേഹമായിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ വെള്ള എന്നുള്ള കളർ ഉപയോഗിച്ചു. കുറച്ച് വലുതാവുമ്പം ഒരു റോസ് പൂവായിരിക്കും സ്നേഹത്തിൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുവപ്പ് ഉപയോഗിച്ചു. പിന്നെ അങ്ങനെ പല സിറ്റുവേഷനിലും വരുന്ന ഒരു മനുഷ്യൻ്റെ വിയർപ്പ് പോലും, എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പാടുപെട്ട് ജോലി ചെയ്യുമ്പം ഉണ്ടാകുന്ന ആ വിയർപ്പിന് പോലും അതിൽ സ്നേഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് കളർലെസ് ആയിട്ടുള്ള റെസിൻ ഉപയോഗിച്ചത്. അങ്ങനെയാണ് ആ പെയിൻറ്റിങ് അയക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ? ഏത് പാട്ടായിരിക്കും? ഒരു ദൈവം തന്ന പൂവേ, കന്നത്തിൽ മുട്ടമിട്ടാൽ അതെ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. വീണ്ടും വൈരമുത്തു AR റഹ്മാൻ പാട്ടാണ്, ജയചന്ദ്രനാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം. വരയുടെ ലോകത്ത് തുടക്കം മുതലേ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് മിക്സഡ് മീഡിയത്തിലേക്ക് മാറുന്നു. അത് ചാരിറ്റിക്കായിട്ട് ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് കഴിയുന്നത്ര എക്സിബിഷനുകളും മറ്റു പരിപാടികളും ഒക്കെയായി ചെയ്തു പോരുന്നു. ഇതിനിടയിലെല്ലാം ഞാൻ എപ്പോഴോ സൂചിപ്പിച്ചു പോയ കൃഷ്ണപ്രിയയുടെ ഒരു കൃഷ്ണഭക്തി കാണുന്നുണ്ട്. അത് ഗുരുവായൂരായതുകൊണ്ടാണെന്ന് കൃഷ്ണപ്രിയ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. എങ്കിലും ആ ഒരു വരകളിൽ കൃഷ്ണൻ എത്രമാത്രം സ്വാധീനമായി നിൽക്കുന്നു? എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് സ്വന്തം ഉള്ളിലുള്ള ഫീലിങ്സിനെ ഒരുപാട് ഒതുക്കി വയ്ക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒരുപാട് വിഷമമായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് വരും. എന്നെ സംബന്ധിച്ച് ഭഗവാനോടുള്ള ഭക്തി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വരയ്ക്കുന്ന പെയിൻറ്റിങ്സിൽ എന്ന് വെച്ചാൽ ഓർഡർ കിട്ടുന്നതല്ല, അല്ലാതെ നമ്മൾക്ക് ഒരു സന്തോഷത്തിനായി വരയ്ക്കുന്ന എല്ലാ പെയിൻറ്റിങ്സിലും ഭഗവാൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കാറുള്ളത്. ഞാനൊരു സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, അങ്ങനെ ഇഷ്ടത്തിന് വരയ്ക്കുന്ന ചിത്രങ്ങളിൽ പലതും ആദ്യം കാണിക്കുന്നത് ഭഗവാനെയാണ് എന്ന്. സത്യമാണോ അത്? അതെ അതെ. എന്നുപോലെയാണ് അങ്ങനെ ഒരു ശീലം? അത് ചെറുതായിരിക്കുമ്പോഴേ അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭഗവാനെ നേദിക്കുക, പൂജാ റൂമിൽ കൊണ്ടുവയ്ക്കുക, അതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പം ഈ പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോഴും
ഞാൻ ഭഗവാനെ കാണിക്കാറ് തന്നെയാണ് പതിവ്. അപ്പോൾ ഈ സുഗത സീരീസ് അവസാനിക്കുന്ന ദിവസം പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തെ വിസിറ്റ് ചെയ്ത ദിവസമായിരുന്നു. അദ്ദേഹത്തിന് ഒരു പെയിന്റിംഗ് താങ്കൾ കൊടുക്കുകയുണ്ടായി. ആ പെയിന്റിങ്ങിനെ കുറിച്ച് പറയാമോ? ആ പെയിൻറ്റിങ്ങിൻ്റെ പേര് സുഗത വൃക്ഷം എന്നാണ്. സുഗതകുമാരി ടീച്ചറുടെ ജീവിത ഉദ്ദേശം തന്നെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആൽമരം തന്നെ വരച്ച് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യാൻ കാരണം അമ്മയുടെ ഈ ഒരു ആശയത്തെ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ കയ്യിൽ എത്തിക്കുക എന്ന് പറയുമ്പം എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു വളരെ നല്ലൊരു കാര്യമായിട്ട് ഫീലായി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കമൻസ് ഉണ്ടായോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പെയിൻറ്റിങ് നോക്കി വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുണ്ടായി. എന്തായിരുന്നു അതിൻ്റെ ഒരു കളർ പാറ്റേൺ ഒക്കെ ചെയ്തിരിക്കുന്നത്? ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ടും പിന്നെ കോപ്പർ ബ്രൗൺ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ആൻറ്റിക് ഫീലുള്ള പെയിൻറ്റിംഗ് ആണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി തുടർന്ന് തിരുപ്പതി ദേവസ്വത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് മുന്നിലുണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എക്സിബിഷൻസ് ആയിട്ടുണ്ട്, അനൗൺസ് ചെയ്യാറായിട്ടില്ല. പക്ഷെ എന്നാലും സംസാരിച്ച് തിരുവനന്തപുരത്ത് തന്നെയുള്ള 1-2 സംഭവങ്ങൾക്കായിട്ട് ചാരിറ്റി ബേസ്ഡ് തന്നെയാണ്. പല സിറ്റികളുണ്ടായിരുന്നു. ഇപ്പോൾ ലക്നൌവിൽ, ഗുജറാത്തിൽ, വെസ്റ്റ് ബംഗാളിൽ ഒക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ളൊരു റിസപ്ഷൻ എങ്ങനെയുണ്ട്? ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ പ്രോത്സാഹനമുണ്ട് കൂടുതലായിട്ടും. തിരുവനന്തപുരത്ത് ആരൊക്കെയാണുള്ളത്? ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡ് ആർമിയിലാണ്, ലെഫ്റ്റനന്റ് കേണലാണ്. മകൻ ആർമി സ്കൂളിൽ പഠിക്കുന്നു, 6th പഠിക്കുന്നു. ഹസ്ബൻഡ് സജിത്ത്, മോൻ വിരാട് കൃഷ്ണ. അവിടെയും കൃഷ്ണനെ വിട്ടിട്ടില്ല. അതെ. അപ്പോൾ തുടർന്നും ഇത്തരത്തിൽ വരകളും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. ചിത്രകാരി കൃഷ്ണപ്രിയ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.